ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെന്താ പരിപാടി? ഇന്ന് അബ്ബല്ലാത്ത ഞങ്ങൾ ലുലു മാളിൽ പോവാണ്. അബ്ബയില്ലാത്ത സമയമല്ല, അബ്ബ മീറ്റിംഗിന്. അപ്പൊ നമ്മളെല്ലാരും കൂടെ നമ്മള് ലുലുല് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അപ്പൊ നമ്മൾ ഇന്ന് ഫുൾ കറങ്ങി നടന്ന് അബ്ബ വരുന്നവരെ അലയുകയാണ് ഇന്ന് മൊത്തം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായി എറണാകുളത്തേക്ക് വരാൻ. അപ്പം ഞാൻ മാത്രം ഇറങ്ങി വന്നാ മതി. അപ്പോഴേക്കും എല്ലാരും കൂടെ കൂടി വെട്ടിയുടെ വലിപ്പം കൂടി. അപ്പൊ പാപ്പു വന്നു, എല്ലാരും കൂടെ വന്നു. അപ്പൊ നമ്മള് നേരെ എന്ത് ചെയ്യും, എന്നിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാപ്പു കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് അല്ലേ. ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അവിടെ അപ്പൊ നമ്മളെ വിട്ടിട്ട് ഷോപ്പ് ചെയ്യാനൊക്കെ കാണുമ്പോ ഓക്കെ. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബാർബി ഉണ്ടല്ലോ ആമി. കളക്ഷൻസ് കണ്ടിട്ട് ആമി ഞെട്ടിക്ക. ഇതൊക്കെ നിന്റെ കയ്യിലുള്ള സാധനങ്ങളാണ് തോന്നുന്നു അല്ലേ? ഇത് പാപ്പുന് ഇഷ്ടായോ? ഫുഡ് വേണം. കിച്ചൺ സെറ്റാണ്. ഇതെന്താ സാധനം? ഈ ഒരു ഇത് കണ്ടോ? ഇതും ഇതേപോലെ തന്നെ അല്ലേ കിച്ചണും? ഇതിൽ എന്തൊക്കെയുള്ളത് പാപ്പു? ഫുഡ് ഉണ്ടാക്ക? വാഷ് ചെയ്യാൻ പറ്റും അല്ലേ? കപ്പുണ്ട്, പിന്നെന്താ കൊറേ സാധനങ്ങളുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് കോഫി ഉണ്ടാക്കണ സാധനല്ലേ അമ്മി? കുട്ടികള് ബാർബിന്റെ ഒരു സെറ്റ് കളക്ഷൻസ് ആണത്. സെറ്റ് ഉണ്ട് അല്ലേ? എന്താ റേറ്റ്? ഹെവി റേറ്റ് ആണ്, പക്ഷെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ ബാർബീനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരുപാട് സാധനമുണ്ട്. ആക്ടിവിറ്റി ബുക്സോ? ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നല്ലേ? ഓ ഹാരി പോട്ടറൊക്കെ ഉണ്ട്. കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. ഗെയിമാണോ? അവനറിയോ കളിക്കറിയോ? നോക്കട്ടെ, ഇതാരാ പറഞ്ഞു തന്നെ? ഫിഷിനെ പിടിക്കുന്ന ഗെയിമാണോ അല്ലേ? പാപ്പു കളിച്ചു നോക്ക്. താഴെ കളയല്ലേ? ഇനി ഒരു ഗെയിം സെക്ഷനിലാണ് കേട്ടോ. ഇവിടെ കുറേ ഗെയിമിൻ്റെ കുറേ പരിപാടികളുണ്ട്. അപ്പം അതിലോരോന്നിലായിട്ട് ഇങ്ങനെ കയറി കുറച്ച് നേരം കളിക്കുകയാണ്. എവിടേക്കാ ആമി യാത്ര? ഞാൻ നേരെ കോഴിക്കോട്. ആയിട്ടോ
കുറേ ഇതുണ്ട് കേട്ടോ വണ്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ മാറി മാറി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒന്നാമത് ഇതിങ്ങനെ ഭയങ്കര കളർഫുള്ളും ലൈറ്റൊക്കെ കാണുമ്പം ഇവരെല്ലാ റൈഡിലും കയറിയിരുന്ന് കളിക്കുകയാണ് കേട്ടോ. പാപ്പ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് അവളെങ്ങനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലേ ഏരിയയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോയ സമയത്ത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ആമയ്ക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളർ നമുക്ക് നല്ല ഇഷ്ടമാണ്. കുറേ കളേഴ്സുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പം അവിടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ട്. ഇതൊക്കെ എന്താണ്? ഇത് അതിൻ്റെ ഇത് വെറുതെ വെച്ചതാണ്. ഓ, ഇങ്ങനെ ചെയ്യുന്നല്ലേ? മരത്തിന്റെ പെൻസിലോ? റേറ്റ് എത്ര? 295. പക്ഷെ കാണാൻ നല്ല അല്ലേ? ഇതാണ് എനിക്കിഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. നിനക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഒരു നല്ല ഭംഗിയുണ്ട്. നോക്കട്ടെ പാപ്പു, കാണിച്ചേ. നോക്കട്ടെ ഇതിൻ്റെ മോഡൽ നോക്കട്ടെ. MRP 200. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ കവറും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. കാണിച്ചു തന്നെ നേരെ. അടിപൊളി. കുറേ ക്യൂട്ട്. ഇത് സ്റ്റാമ്പ് കളക്ഷൻ ഉള്ളുണ്ട്. കുഞ്ഞതുണ്ട്, എനിക്ക് കുഞ്ഞത് മതി. ഇതൊക്കെ എന്താ? 195. വിളക്കില്ല. പാപ്പു ജിമിക്കി കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ്. പക്ഷെ ആള് വെറുതെ കാണിക്കുകയാണ്. അതൊന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. പിന്നെ ആമ ഇവിടെ അവൾക്കൊരു ഇതേപോലത്തെ ഒരു ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അല്ലാതെ ഓൺലൈനിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പം അതൊന്നും ഒരു നല്ല ഇഷ്ടപ്പെട്ടൊന്ന് കണ്ടു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കുറേ കളേഴ്സായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊരു ബ്ലാക്കും റെഡും കൂടെ വരണമായിരുന്നു. അപ്പോൾ പിന്നെ അത് എടുത്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അത് ഫൈനലായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അവൾ മേടിച്ചു. അതേപോലെ ഇവിടെ ഒരുപാട് കുർത്തേൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം നല്ലതെന്ന് തോന്നി. പക്ഷെ എടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ വെറുതെ ഇങ്ങനെ നോക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നോക്കി. അപ്പോൾ ആമി എനിക്ക് ഓരോന്ന് ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആമി ഞങ്ങളൊരു ഷാളിൻ്റെ സെക്ഷനിൽ പോയതാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇതൊരു ഗൗണാണോ അല്ലെങ്കിൽ ഷോളാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആമി അത് എനിക്ക് ഇട്ട് കാണിച്ചു തരണം കേട്ടോ. ഇത് ഷോളല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് അവൾ കണ്ടുപിടിക്കുകയാണ്. എനിക്കിപ്പോഴത് ഡ്രസ്സാണോ ഷോളാണോ എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഷോളിൻ്റെ സെക്ഷനിലാണ് ഇതുള്ളത്. ഞാൻ പറഞ്ഞു നിന്നെ കാണാൻ ഒരു ബാറ്റിനെ പോലെ ഉണ്ട്. എനിക്കിത് ഡ്രസ്സായിട്ടല്ല തോന്നിയിട്ടുള്ളത്. എന്നാൽ അവളുടേതായ രീതിക്ക് എന്തൊക്കെയോ. അപ്പോൾ ഏകദേശം നാസി വരാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കിനും ഇനി പാപ്പൂനൊരു ക്രോക്സ് നോക്കണം, ആമയ്ക്കൊരു ചെരുപ്പ് നോക്കണമെന്നായിരുന്നു. പക്ഷെ അത് വാങ്ങിച്ചില്ല, അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാപ്പൂന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ക്രോക്സ് വാങ്ങിച്ചു. പക്ഷേ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കിനും മോൾക്ക് ക്ഷീണമായി കേട്ടോ. കുറേ സമയമായിട്ട് നമ്മളിങ്ങനെ ഓരോ ഷോപ്പിലും ഓരോ ഗെയിമും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവൾക്ക് ഏകദേശം മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആമി വേഗം തന്നെ അവൾക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ട രീതിയിൽ സെലക്ട് ചെയ്ത് വേഗം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പം ഇനി ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പാരഗണിൽ പോയിട്ടോ. അവിടെ നല്ല മീൽസ് കിട്ടുമെന്ന് പറയലുണ്ട് നാസി എപ്പോഴും. അപ്പോൾ ഞങ്ങൾ നാസി വന്നു അപ്പോഴേക്കിനും അപ്പം ഞങ്ങളിത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ.
ഇത് എനിക്കുള്ള ഫുഡാണ് കേട്ടോ. ഞാനാണ് മീൽസിൻ്റെ ആള്. ഇവർക്കാർക്കും പുറത്ത് പോയാലും എവിടെ പോയാലും മീൽസിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാനിതാ അടിപൊളി കറികളൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് കറികളുണ്ട് കേട്ടോ. തോരനും അച്ചാറും സാമ്പാറും മീൻ മുളകിട്ടതും എല്ലാം ഉണ്ട്, അവിയലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി മീൽസ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പായസം ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പായസം എപ്പോഴും അവർ മീൽസ് കഴിച്ചിട്ടില്ലെങ്കിലും രണ്ടുപേരും എൻ്റെ പായസം എപ്പോഴും കഴിക്കുന്ന ആൾക്കാർ അവരാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു ബീഫ് വരട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഗീ റൈസിന് വേണ്ടിയിട്ട്. അതേപോലെ നല്ല മീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു കേട്ടോ. മീൻ പൊള്ളിച്ചത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഒരാൾക്ക് കഴിക്കാവുന്നേക്കാളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കഴിച്ചിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി മീൻ പൊള്ളിച്ചായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് ആമിക്ക് കുറച്ച് ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞങ്ങളിപ്പോൾ ഇടുന്നില്ല, ബാക്ക് ടു സ്കൂളിൻ്റെ സമയത്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല, എറണാകുളത്ത് തന്നെ സ്റ്റേ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടല് നാസി സ്ഥിരം വരാറുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ നമ്മളിതാ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാട്ടോ അവിടെ വന്ന് കുറച്ച് യാത്രയും പിന്നെ രാവിലെ തൊട്ട് ലുലുവിൽ കറങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ആമിയൊക്കെ നല്ല ക്ഷീണമായിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ റൂം. അതെ, ഇതാണ്. അപ്പം നേരെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബെഡുണ്ട്. ബെഡിൻ്റെ സൈഡിൽ തന്നെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്, ലൈസൊക്കെ കഴിച്ചുകൊണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബെഡ്, പിന്നെ ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ടേബിള്, മിറർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയൊരു കബോർഡ് ഉണ്ട്. ആമിക്ക് കയറി നിൽക്കാൻ മാത്രം സ്പേസ് ഉണ്ട്. ആമീൻ അതിനുള്ളിൽ വെച്ച് അടച്ചാലോ? എടുത്തെഴുതിയാ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ട്. അഭിനയം. ഓക്കെ, നല്ലൊരു അടിപൊളി ബാത്റൂമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബാത്ത് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ട് അല്ലേ? എന്ത് ഡ്രോയിങ് ഉണ്ടായാലും ഫസ്റ്റ് അത് നോക്കും. പിന്നെ ഇവിടെ ഇങ്ങനെയാണ്, എല്ലാം തുറന്നു നോക്കുന്നതിന് പകരം ഇത് സോപ്പാണ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഓക്കെ, ഇതൊക്കെയാണ്. ഹെയർ ഡ്രയർ ഒക്കെ അവിടെ വന്നിട്ട് ഓഫ് ചെയ്ത് ആദ്യം നിനക്ക് ഫ്രഷ് ആവണം, അതിന്റെ മുടിയൊക്കെ ആകെ ഇതായിട്ടുണ്ട്. നമുക്ക് ട്രാൻസിഷൻ എടുക്കാം, ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ തുറക്കുമ്പോ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ടാവും. വേണ്ട ട്രാൻസിഷൻ അത് പിന്നെ എടുക്കാം. ഇപ്പൊ നമുക്ക് ഇത് പിന്നെ ഇതൊക്കെയാണ് നമ്മളെ റൂം അല്ലേ? ട്രാൻസിഷൻ ട്രാൻസിഷൻ വീഡിയോ ആണേ. ഓക്കെ, ഇത്ര ഒച്ചത്തിലോ? ഹലോ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.